ഇത് ഇന്ന് വീണ്ടും കുർത്തീസ് ആണ് കാണിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഫംഗ്ഷൻസിനൊക്കെ ഇടാൻ പാകത്തിന് നല്ല ഗ്രാൻഡ് ആയ കുർത്തീസ് ആണ്. സോ ഇത് ചെറിയ സൈസിൽ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട. നമുക്ക് ഈ കുർത്തീസ് വരുന്നത് ഒക്കെ എക്സൽ ആണ്. എക്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 42 സൈസിലാണ് ഈ കുർത്തീസ് വരുന്നത്. എല്ലാം ഗ്രാൻഡ് ആണ്. നെറ്റ് പിന്നെ ഉള്ളില് ലൈനിങ് അല്ല, പകരം ക്ലോത്ത് തന്നെയാണ് വെച്ച് അടിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ ചിലത് ഇങ്ങനെ അടിച്ചത് മാത്രമാണ്, ഓരോന്നിന്റെ ഡിസൈനിങ്ങിന് വ്യത്യാസമുണ്ട്. പ്ലസ് ചില ടോപ്സില് നെറ്റിന്റെ മുകളിലും എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ ബ്ലാക്ക് വണ്ണിൽ നിങ്ങൾക്ക് കാണാം, ഫോട്ടോയിലും കാണാം, ഇവിടെയും കാണാം. കഴുത്തിന്റെ അവിടെ ഇങ്ങനെ എംബ്രോയിഡറി നെറ്റിന്റെ മുകളിലും ഉണ്ട്. പ്ലസ് ഉള്ളിൽ ക്ലോത്ത് ഉണ്ട്, നെറ്റ് ഉണ്ട്. അതിന്റെ സ്ലീവ്സ് ആണെങ്കിൽ ഫുൾ സ്ലീവ്സ് ആണ്. അഗെയിൻ അതിന്റെ തൊട്ടിരിക്കുന്ന ഷെയ്ഡിലും നെക്കില് എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. പ്ലസ് ഉള്ളിൽ ക്ലോത്തും ബാക്കിയുള്ള ഇതുണ്ട്. ഓരോന്നിന്റെയും നെക്ക് പാറ്റേൺ എല്ലാം വ്യത്യാസപ്പെട്ടതാണ്. ഇതും വേറൊരു കാറ്റലോഗ് കളക്ഷൻ ആണ്. തുറന്ന് കാണാം. ഇതാണ് അതിന്റെ ഷെയ്ഡും ഫോട്ടോവും. നിങ്ങൾക്ക് ബ്യൂട്ടി കാണാനുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്ക് കാണുകയാണെങ്കിൽ ബോട്ട് നെക്കാണ്. ഇതാ അതിനുശേഷം നെറ്റിന് ശേഷമാണ് എംബ്രോയിഡറി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നെക്കിന്റെ പൊസിഷൻ കറക്റ്റ് ആയിരിക്കും. ഒരു ഇതുമില്ല. സ്ലീവ്സ് നെറ്റ് സ്ലീവ്സ് ആണ്, പ്രോപ്പർ നെറ്റ് ആണ്. ഇവിടെ ക്ലോത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ നെറ്റിന്റെ താഴെ ഇതിനേക്കാട്ടിലും കട്ടിയില് ക്ലോത്ത്, പറഞ്ഞാൽ ലൈനിങ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ താഴ്ഭാഗത്തെ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ കട്ടുണ്ട്. കട്ടുള്ള ഒരു പാറ്റേൺ ആണ്. അതിന്റെ മുകളിലാണ് സ്ട്രൈറ്റ് കട്ടില് ഈ നെറ്റ് ഇട്ടിരിക്കുന്നത്. ക്ലോത്ത് ഇവിടെ വന്ന് ഫീൽ ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാം, നല്ല ക്ലോത്ത് ആണ്. ലൈനിങ് അല്ല, പകരം ക്ലോത്ത് ആണ് വെച്ചിരിക്കുന്നത്. ഈ ഡിസൈൻ ആണ് ഈ നെറ്റിന്റെ മുകളിൽ കൂടെ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ വർക്ക്ഔട്ട് ആണ്. അതിനും പുറമെയാണ് ഇതിനോട് കോൺട്രാസ്റ്റിൽ ഒരു കളറിന് അതിന്റെ നെക്കില് എംബ്രോയിഡറി. പ്ലസ് ഇതില് നെക്കില് ബോട്ട് നെക്ക് ആയതുകൊണ്ട് തന്നെ അതിനൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു ഡോറി കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് പാകത്തിന് കെട്ടിയിട്ടിട്ട് ഡിസൈനിൽ കൊണ്ടു നടക്കാം. ഇതിന്റെ ബാക്ക് സൈഡ് സെയിം പ്രിന്റഡ് ആണ്, പ്ലെയിൻ അല്ല. ഉള്ളിലത്തെ തുണി ബാക്ക് സൈഡിലും സെയിം പ്രിന്റഡ് തുണിയാണ് വരിക, അല്ലാണ്ട് പ്ലെയിൻ ആയിട്ടുള്ള തുണികളല്ല വരുന്നത്. ഇതിന്റെ സ്റ്റിച്ചിങ് വൈസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, കാറ്റലോഗ് കളക്ഷൻ ആയതുകൊണ്ട് തന്നെ ഓവർലോക്കിങ്ങും കാര്യമൊക്കെ ഉണ്ട്. പ്രോപ്പർ സ്റ്റിച്ചിങ് ആയിരിക്കും. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ക്ലോത്ത് വാങ്ങി പിന്നീട് അടിക്കുന്ന സമയത്ത് നമുക്കറിയാം എന്തുമാതിരി കോസ്റ്റ് ആവുന്നുണ്ട് എന്നുള്ളത്. അത് നോക്കുന്ന സമയത്ത് ഇത് റീസണബിൾ റേറ്റ്സിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. കാറ്റലോഗ് കളക്ഷൻ ആണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇതാക്കണ്ട. കഴിഞ്ഞ പ്രാവശ്യത്തെ റെസ്പോൺസ് നന്നായിരുന്നു, ഓർഡേഴ്സും കിട്ടിയിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച് സപ്പോർട്ട് ചെയ്യണേന്. സോ ഇനിയും ഓർഡേഴ്സ് വേണമെങ്കിൽ പ്ലേസ് ചെയ്യാം. ബൈ പോസ്റ്റ് അയക്കേണ്ടത് നമ്മള്. സോ അതിന് വേണമെങ്കിലും നിങ്ങൾക്ക് കോൾ ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. പഴയന്നൂര് വരുന്നവര് ഷോപ്പിൽ വിസിറ്റ് ചെയ്യുക. ഇന്ന് നമുക്ക് കിഡ്സ് വെയറിന്റെ ഒരു ഐറ്റം കൂടി കാണാം. ഇത് ജീൻസ് കം ഡോങ്രി എന്ന് പറയും. നമുക്ക് സ്ട്രാപ്പ് ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് ഒരു ഉള്ളിൽ ജാക്കറ്റ് പോലെ, ജാക്കറ്റിന്റെ ഭംഗി ഞാൻ കാണിച്ചു തരാം. ഇതാണ് ജാക്കറ്റ്. ജാക്കറ്റിൽ ഒരു ചെറിയ ടൈ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ കോളേഴ്സ് അവൈലബിൾ ആണ്. ബെൽ സ്ലീവ്സ് ഇപ്പോഴത്തെ മോഡേൺ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും താല്പര്യമുള്ളത്, കുട്ടികൾക്കായിക്കോട്ടെ വലിയവർക്കാണ് ബെൽ സ്ലീവ്സ് ഭയങ്കര ഇഷ്ടമാണ്. ബെൽ സ്ലീവ്സ് ഉണ്ട്, കോളർ ഉണ്ട്, ഇതുണ്ട്. 18 മുതൽ 32 സൈസ് വരെ, 32 സൈസ് വരെ ഇത് അവൈലബിൾ ആണ്. ഈ ഡ്രസ്സ് എല്ലാം ജീൻസ് ആണ്, ഡെനിമാണ്. ഡെനിമിൽ തന്നെ ഇവിടെ അങ്ങനെ ചെറിയൊരു വർക്ക് ചെയ്തിട്ടുണ്ട്, കുട്ടികൾക്ക് ഗേൾസ് എന്നുള്ള ഒരു കോൺസെപ്റ്റിന് വേണ്ടിയിട്ട്. ഡെനിമാണ്, ജീൻസ് ആണ്. ജീൻസിൽ ഇത് വെറും അറ്റാച്ച്ഡ് ആണ്. ഇനിയിപ്പോൾ ഇത് മുകളിലത്തെ ഇടണ്ട, അല്ലെങ്കിൽ ഒരു ട്രിപ്പിന് മുകളിലത്തെ ഇട്ടു പിന്നീട് ഒരു പ്രാവശ്യം നമുക്ക് മുകളിലത്തെ ഇടണ്ടെങ്കിൽ ഇത് അറ്റാച്ച്മെന്റ് ഊരി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെറും ജീൻസ് ആയിട്ടും ഗേൾസിന് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ഒരു ചെറിയ ഫ്രില്ല് കാണാൻ നിങ്ങൾക്ക്, അതിൽ ചെറിയ സ്റ്റോൺസ് ഒക്കെ ഒട്ടിച്ചിട്ട് നല്ല റെഡി ആയിട്ടുണ്ട്. 2 പോക്കറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ശരിക്കും സ്മാർട്ട് ലുക്ക്, അതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ട്. ഇത് 18 മുതൽ 32 സൈസ് വരെ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്കൊന്നും വിചാരിക്കാൻ പറ്റാത്ത ഒരു ചെറിയ പ്രൈസിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത്. ജീൻസ് ആയിട്ട് ഇടാം, അല്ലെങ്കിൽ ഡോങ്രി ആയിട്ട് ഇടാം, രണ്ടിനും അവൈലബിൾ ആണ്. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും അവിടെയും ബട്ടൺസ് ഉണ്ട്, നമുക്ക് ഊരി വെക്കേ എന്ത് വേണമെന്ന് ചെയ്യാം. ബാക്ക് പോക്കറ്റ്സ് അവൈലബിൾ ആണ്. ഇതിന് ലെങ്ത്ത് അത്യാവശ്യം നല്ലതുണ്ട്, സ്ട്രെച്ചബിൾ ആണ്. ഇപ്പോൾ കുറച്ച് തടിയുള്ള കുട്ടികളാണെങ്കിൽ പോലും സ്ട്രെച്ച് ചെയ്ത് നമുക്ക് കൊള്ളും.
ഇത് ഇതേമാതിരി ബോക്സ് പാക്കിങ്ങിലാണ് വരുന്നത്. അപ്പോൾ ഒരു ഗിഫ്റ്റിംഗ് പർപ്പസിനാണെങ്കിലും ഇത് ഏറ്റവും റീസണബിൾ റേറ്റിൽ ഏറ്റവും നല്ല പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാനും ഇനിയിപ്പോൾ ഓണം എന്തൊക്കെ വരികയാണെങ്കിൽ ഗിഫ്റ്റ് ചെയ്യാൻ പോലും നമുക്ക് പറ്റും. ഒരു ജീൻസിൻ്റെ സ്റ്റാർട്ടിങ് വരെ 600 ആൻഡ് എബവ് ആണ്. പക്ഷേ ഇതിന് ആ വില പോലും വരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി.